ഹായ് നമസ്കാരം, ഞാൻ സെബിൻ എക്സ്പ്ലോറർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSൻ്റെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുവരെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ളവർക്ക് കഴിഞ്ഞ തവണ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ വീഡിയോയായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ PNC മാഗിൻ്റെ ചെറിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേര് ചോദിച്ചൊരു സംശയ കാര്യങ്ങളാണ് റീഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ തവണ എത്ര ഇൻഡെക്സ് ഉള്ളവർക്ക് DPharmനായാലും MLTക്കായാലും ഗവൺമെൻറ് കോളേജിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയും നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ അടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെളി ഐക്കണിലും പിൻ ചെയ്ത് വെച്ചിരിക്കുക, അവിടെ ഓർപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, സെബിൻ എക്സ്പ്ലോറർ എന്നാണ് ഇൻസ്റ്റഗ്രാം ID പേര്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുകയും അവിടെ ചെയ്യുന്നത് ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങൾ തന്നെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ LBSൻ്റെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 28-ാം തീയതി. അതായത് നാളെ 5 മണി വരെ സമയമുണ്ട്. കോളേജ് ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. നാളെ 5 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അലോട്ട്മെൻറ്റ് വേക്കൻസി കാരണം ആ കോളേജിലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ഇനിയും അതിനകത്ത് വരുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. വേക്കൻസി ലിസ്റ്റും പിന്നെ ഇനിയും വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും വേക്കൻസി അലോട്ട്മെൻറ്റുകൾ വരുവാണെങ്കിൽ ലിസ്റ്റുകളും എല്ലാം വരുന്നതായിരിക്കും. ആ കോളേജ് എല്ലാം ഫുള്ളായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അലോട്ട്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ലെന്നൂടെ ഓർപ്പിക്കുന്നു. പിന്നെ റീഫണ്ടിനെ കുറിച്ചാണ് അടുത്ത പറയാനുള്ളത്. റീഫണ്ടെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, റീഫണ്ടായോ? റീഫണ്ട് ടൈം ആയിട്ടില്ല. 30-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് റീഫണ്ട് കാര്യങ്ങളെല്ലാം വരാനായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പിന്നെയും ഞാൻ ഒന്നുകൂടെ പറയുവാണ്. റീഫണ്ട് ആകണമെങ്കിൽ 30-ാം തീയതി അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് ഇനി ആകത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ ഡിപ്ലോമയുടെ അതിലോട്ട്. അടുത്ത ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റിന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് വരെ ട്രയൽ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നോട് ലാസ്റ്റ് ഇന്ന് 5 മണി വരെ സമയമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൂടെ ഓർപ്പിക്കും. പിന്നെ ഒത്തിരി പേര് ചോദിച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പബ്ലിഷ് ചെയ്യുന്നുള്ള, അത് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. നാളെ ടൈമും കാര്യങ്ങളെല്ലാം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിപ്ലോമയെക്കുറിച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ളവർക്കോ അതുപോലെ തന്നെ റാങ്ക് വരെയുള്ളവർക്കോ അഡ്മിഷൻ ഗവൺമെൻറ്റിലായാലും സെൽഫിനകത്തായാലും ഓരോ കോഴ്സിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളെ തന്നെ അതിനകത്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് തന്ന നമ്മുടെ അനന്തൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവനോടൊരു താങ്ക്സ് കൂടെ പറയുന്നതിനകത്ത്. അപ്പം നമുക്ക് നേരെ സമയങ്ങളതിന് വീട്ടിലേക്ക്. ആയന്തരം നോക്കാൻ പോകുന്നു പറഞ്ഞാൽ DCK ആണ്, ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കോട്ടയം. ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് 2, 3, 5, 2, 4. അപ്പം 2 അലോട്ട്മെൻറ്റ് 3, 5, 4 ഇത്രയും പേർക്ക് 5 പേർക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ജനറലുണ്ട്, SC ഉണ്ട്, EW ഉണ്ട്. EWനാണെങ്കിൽ 7240, SCക്കാണെങ്കിൽ 100 രൂപയാണ്. ടോക്കൺ ഫീ ആണ് ഫീ പെയ്ഡ് ചെയ്യുന്നത് 100 രൂപയാണ്. പിന്നെ SM ആണെങ്കിൽ ജനറലാണെങ്കിൽ 10,000 രൂപയും. അല്ലാത്തത് SM വേറെ SM ഉണ്ട്, ജനറൽ അല്ലാത്ത SM ഉണ്ട്. അപ്പോൾ അവർക്ക് 7240 രൂപയാണ് വരുന്നത്. അപ്പോൾ 5 പേർക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുമുണ്ട്. അപ്പം അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയത് നിൽക്കുന്നത് SCയുടെ പറഞ്ഞേക്കാം 4019. പിന്നെ EW ആണെങ്കിൽ 4356. അപ്പോൾ ഈ പ്രാവശ്യം അത് ഇച്ചിരി മേലോട്ടൊക്കെ നിൽപ്പുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ എവിടെ നിന്നൊക്കെ ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നുള്ളത്. അതനുസരിച്ച് വേണം ഇനി വെക്കാൻ വേണ്ടിയുള്ളത് ഓപ്ഷനും കാര്യങ്ങളും എല്ലാം. ഇപ്പം ഈ റാങ്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കകത്ത് 350, 358 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യമെല്ലാം കിട്ടുന്നതായിരിക്കും കൂടെ ഓർപ്പിക്കുന്നു. പിന്നെ അടുത്തത് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, നമ്മുടെ പന്തളം, ആലപ്പുഴ. അവിടെ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട് നേഴ്സിങ്ങിനൊക്കെ ആയാലും. അപ്പം വലിയ കുഴപ്പമില്ല, നല്ല കോളേജാണ്. ഒത്തിരി പേര് അവിടെ അറിയാവുന്നവർ പഠിക്കുന്നുമുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ്. അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് ഇപ്പം നോക്കിയിട്ട് പറയാം. നെറ്റ് സ്ലോ
അപ്പം നമ്മുടെ ആലപ്പുഴ പന്തളം ജോസ്കോയ്ക്കകത്ത് അവിടെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്. അവിടെ 14 ഇപ്പോൾ ഒരു 15-16 സീറ്റെങ്കിലും കാണും. അപ്പം നിങ്ങളുടെ ഇതാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പറയുന്നത് 9476 വോട്ട്. അതിൽ താഴോട്ടുള്ളവർക്കെല്ലാം കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരു 10,000 ആയാലും കുഴപ്പമൊന്നുമില്ല. 10,000 തൊട്ട് താഴോട്ടുള്ളവർക്ക് SM ആയാലും SC ആയാലും BH EWSO EZO MQ LCO ഏതായാലും കുഴപ്പമില്ല. അവർക്കൊക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ആ കോളേജ് ഫസ്റ്റ് തന്നെ വെച്ചോ. അവർക്കൊക്കെ കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലുള്ള കോളേജാണ് നമ്മുടെ ജോസ്കോ ആലപ്പുഴ പന്തളം. നല്ല കോളേജുമാണ്. നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണെന്ന് ഓർപ്പിക്കുന്നു. പിന്നെ അടുത്ത ഇനി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MCK കോട്ടയം മെഡിക്കൽ കോളേജാണ്. MCKയ്ക്കകത്ത് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി. അത് നമ്മൾ പറഞ്ഞു തന്നെയാണ്. അതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അതിന് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും എന്നുള്ളത്. ഇപ്പം 4 സീറ്റുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ്. ഒരു 5-6 കാണും. 10,000 താഴോട്ടുള്ളവർക്കെല്ലാം നോക്കാവുന്നതാണ്. അതിച്ച് കൂടിയുള്ളവർക്കും കുഴപ്പമൊന്നുമില്ല. ഫീസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് സൈഡ് നോക്കി തന്നെ ഫീസ് കാണാവുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻ്റലിന് ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻ്റ് ആണ്. അതാണ് DORA എന്നാന്ന് തോന്നുന്നു. ഷോർട്ട് ഫോം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഫുൾ ഫോം ആണെങ്കിൽ ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻ്റ് ആണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ അവിടെ 10 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ റാങ്ക് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് താഴോട്ടുള്ളവർക്കും അത് മേലോട്ടുള്ളവർക്കും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതായിരിക്കും. SM-നായാലും SCUK നല്ല ചാൻസ് ഉണ്ട് മെഡിക്കൽ കോളേജിനകത്ത്. അതിനകത്ത് ഒരാൾ ഇൻറ്റു കാണിച്ചിരിക്കുന്നത്, ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇൻറ്റു കാണിച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും കോഴ്സുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നത് അനസ്തേഷ്യ നോക്കിയേക്കാം. അനസ്തേഷ്യ ആണെങ്കിലും 3000 താഴോട്ടുള്ളവർക്കും അതിൽ 3000 ഇച്ചിരി മേലോട്ടുള്ളവർക്കൊക്കെ റാങ്ക് ഉള്ളവർക്കും അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അവിടെ വെക്കാവുന്നതാണ് അനസ്തേഷ്യയ്ക്ക്. പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. ഒരു മിനിറ്റ്, ഏകദേശം ഒരു 9,000 അല്ലെങ്കിൽ ഒരു 10,000-11,000 താഴോട്ടുള്ളവർക്കെല്ലാം നോക്കാവുന്നതാണ്. അവിടെ ഫാർമസിക്ക് നല്ല സീറ്റും വേക്കൻസി ഉണ്ട്. 35ഓളം ഉണ്ട്. ഈ പ്രാവശ്യം അതിലും കൂടുതലൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ വെക്കാവുന്നതാണ്. ഫാർമസിക്കൊക്കെ 6,350 ഇപ്രാവശ്യം ഇച്ചിരി ഫീസ് കൂടുതലായിരിക്കും. ഒരു 100-500 രൂപയുടെ വ്യത്യാസം കാണും, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി ഫീ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം SC ആണെങ്കിൽ അതിനവർക്ക് പ്രത്യേകിച്ച് അവർക്ക് 100 രൂപ അങ്ങനെയാണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം അടച്ചാൽ മതി. പിന്നെ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്സ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ആണെങ്കിലും നിങ്ങൾക്ക് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 3,800 തൊട്ട് ഒരു 5,000 താഴോട്ടുള്ളവർക്ക് നോക്കി അവിടെ കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം മെഡിക്കൽ കോളേജിലാണ് പറയുന്നത്. പിന്നെ ഡിപ്ലോമ ഇൻ MLT ആണ്. MLTക്കകത്ത് അവിടെ ഒരു 17 സീറ്റുണ്ട്. 8,000 താഴോട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഒരു 10,000 താഴോട്ടുള്ളവർക്കും നോക്കിക്കഴിഞ്ഞാലും അവിടെ അഡ്മിഷൻ എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. MLTക്കകത്ത് സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, പിന്നെ കിട്ടത്തില്ല. പിന്നെ ഡയാലിസിസ് നല്ല കോഴ്സാണ്. ഡയാലിസിസിനകത്ത് അലോട്ട്മെൻറ്റ് നോട്ട് ഫൈനലൈസ് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു 11 കാണിച്ചിരിക്കുന്ന ഒരു 15 സീറ്റുകളൊക്കെ കാണും. അതായത് ഡയാലിസിസിനകത്ത് 8,000 തൊട്ട് താഴോട്ടുള്ളവർക്കും അല്ലെങ്കിൽ 9,000 താഴോട്ടുള്ളവർക്കും ഇവിടെ നോക്കാമെന്നാണ് ഓർമ്മിക്കുന്നു. ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വല്ല മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത ആലപ്പുഴയിലായാലും എല്ലാം പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഈ സൈഡിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. ആലപ്പുഴയൊക്കെ ആരെങ്കിലും ഫാർമസി നോക്കുന്നുണ്ടെങ്കിലും ഒരു 10,000 താഴോട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു 10,000 അല്ലെങ്കിൽ 17,000 താഴോട്ടുള്ളവർക്ക് നോക്കുന്നവർക്ക് എല്ലാം അവിടെ കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലുള്ളതാണ് ആലപ്പുഴ കോളേജായാലും. ഓക്കെ, പിന്നെ ഓപ്ഷൻ രജിസ്റ്ററിൻ്റെ എല്ലാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ Instagram ID 7@explore മെസ്സേജ് ഇടുക. ചിലർ അയച്ചിട്ടുണ്ട്. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ടൊന്നും ഇടാൻ വേണ്ടി പിന്നെ ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പം അതിനകത്ത് ഒരു താങ്ക്സ് പറയുന്നു. അവനാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അയച്ചു തന്നിരിക്കുന്നത്. അപ്പം ഒന്ന് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക എന്നൊന്നുകൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതിന് മുന്നേ ട്രയലിനകത്ത് കിട്ടിയില്ലേ ആരും വിഷമിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാവർക്കും ട്രയൽ കിട്ടണമെന്നൊന്നും ഇല്ലെന്നൂടെ ഓർപ്പിക്കുന്നു. അപ്പം ഫസ്റ്റ് വോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വോട്ടൊക്കെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി തുടങ്ങത്തുള്ളൂ. ട്രയലിനകത്ത് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. ആരും വിഷമിക്കുക കാര്യങ്ങളൊന്നും വേണ്ടെന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.